ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കാൽക്കുലേറ്റഡ് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന ഒരു കേസ്. നമ്മളിപ്പോൾ ഒരാൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ ഹൈറ്റ് നമ്മൾ ഊഹിച്ചെടുത്ത് പറയില്ലേ, എക്സ്പെക്റ്റ് ചെയ്ത് പറയില്ലേ, അത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ദെൻ നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അതിനെ പറയുന്ന പേര് കാൽക്കുലേറ്റഡ് ഫ്രീക്വൻസി. അത് രണ്ടും ഈക്വൽ ആവുമ്പോൾ നമ്മൾ പറയും നമ്മൾ പറഞ്ഞ കാര്യം ഈക്വലാണ്, സോ അത് ഫിറ്റാണ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളൊരു കുഴി കുഴിച്ചിട്ട് അതിൽ ഒരു ഹൈറ്റുള്ള ഒരു ഏകദേശം ഒരു 5 മീറ്ററുള്ള ഒരു കുഴി കുഴിച്ചു. ഞാനൊരു ഏകദേശം 5 മീറ്ററുള്ള ഒരു വസ്തു എടുത്തിട്ട് ഞാൻ പറയുകയാണ് അതിൽ വെക്കാൻ പറ്റും പൂർണ്ണമായിട്ടെന്ന്. അല്ലെങ്കിൽ ഒരു 4.9 മീറ്ററുള്ള ഒരു കൊമ്പെടുത്തിട്ട് അതിൽ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയുകയാണ് അത് ഈക്വൽ ആവും അല്ലെങ്കിൽ ഫിറ്റ് ആവും എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റ് ചെയ്ത ഫ്രീക്വൻസിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കേസിനെയാണ് ഫിറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അതിനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ ഈ പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അവിടെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസിയാണ് കേട്ടോ. ഓക്കെ, ദെൻ പിയുടെയും ക്യൂയുടെയും വാല്യൂ, പി പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ 1, എക്സിന് വാല്യൂസ് എന്തൊക്കെ എടുക്കുക, 0, 1, 2, 3 എക്സെട്ര. എന്താണ് ബെർണോളീസ് ട്രയൽ അല്ലെങ്കിൽ ബെർണോളീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയലിൽ നമ്മൾ എക്സിന് 1, 2, 3 അങ്ങനെ ഒരുപാട് വാല്യൂസ് കൊടുക്കുമായിരുന്നു. പക്ഷേ ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷനിൽ വി ഹാവ് ഓൺലി 2 വാല്യൂസ്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ബെർണോളി എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ്? എക്സിന് 0യും 1ഉം മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതർവൈസ് എല്ലാം 0യാണ് കൊടുക്കുന്നത്. ഓക്കെ, കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെൻറ്റ് ഹൂസ് ഔട്ട്കംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺലി ഇൻ 2 കേസസ്, ഐദർ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. അതായത് സക്സസ് ആവുകയാണെങ്കിൽ പി എന്ന് കിട്ടും, ഫെയിലിയർ ആവുകയാണെങ്കിൽ ക്യൂ അല്ലെങ്കിൽ 1 - പി. ഓക്കെ, അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത് ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾ ഓഫ് എക്സിന് ആകെ എടുക്കുന്ന 2 വാല്യൂസ് 1ഉം 0യും ആണ്. സക്സസ് ആണെങ്കിൽ 1, ഫെയിലിയർ ആണെങ്കിൽ 0. ഓക്കെ, അപ്പോൾ 2 വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ നമ്മൾ ബെർണോളിസ് ട്രയൽ അല്ലെങ്കിൽ ബെർണോളിസ് ഡിസ്ട്രിബ്യൂഷനിൽ എടുക്കുന്നുള്ളൂ. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കാര്യമായിട്ട് നോക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ. ബൈനോമിയലിൽ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എൻ എടുക്കേണ്ട ആവശ്യമില്ല, എണ്ണം ഇല്ല, ഓൺലി 1ഉം 0യും മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഇക്വേഷനിൽ എൻ സി എക്സ് എന്ന ഭാഗം ഉണ്ടാവില്ല. പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് ആവശ്യമില്ല, 1 - എക്സ് എന്ന് മതി. ഓക്കെ, ആ ഡിഫറൻസ് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഡെഫിനേഷനിലേക്ക് പോകാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ടേക്കിംഗ് ഓൺലി 2 വാല്യൂസ് 0 and 1 ഇഫ് ദ probability mass function of x is given by p of x equal to p raised to x q raised to 1 - x, x ൻ്റെ പോസിബിൾ വാല്യൂസ് 0 and 1 ആൻഡ് പിയുടെയും ക്യൂയുടെയും വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പിയുടെ വാല്യൂ എന്ന് പറയുന്നത് റേഞ്ച് ബിറ്റ്വീൻ 0 and 1, ക്യൂ എന്ന് പറയുന്നത് 1 - p ആണ്, 0 അതർവൈസ്. ബാക്കി എക്സിന് ഏത് വാല്യൂ കൊടുക്കുകയാണെങ്കിലും 0 ആയിരിക്കും. ദെൻ എക്സ് ഈസ് സെഡ് ടു ഫോളോ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് പോയിൻ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അതിനെ എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എഴുതുന്നത്? പി ഓഫ് എൻ പി എന്നല്ല എഴുതുക, 1 p എന്നാണ് എഴുതുക. ഓക്കെ, അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പാരാമീറ്റർ എഴുതൽ ബി ഓഫ് എൻ പി എന്നാണ്. ഇവിടെ എന്താ എഴുതാറ്? ബെർണോളി ആണെങ്കിൽ ബി ഓഫ് 1 p എന്നാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ മീൻ കാണാനുള്ള ഇക്വേഷൻ നോക്കാം. ഇ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു എക്സിന് 0 കൊടുക്കുമ്പോൾ ക്യൂ ആണ് കിട്ടുക അല്ലേ. അതായത് ഫെയിലിയറിന് ക്യൂ എന്നും സക്സസ്സിന് 1 പി എന്നുമാണ് കൊടുക്കുന്നത്. സോ 1 × p, അതായത് ആൻസർ എന്തായിരിക്കും പി. വാരിയൻസ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ 0² ഇൻറ്റു പി ഓഫ് എക്സ് 0 പ്ലസ് 1² ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ 0 ഇൻറ്റു ക്യൂ പ്ലസ് 1 ഇൻറ്റു പി, അത് തന്നെ എന്താ വരിക? പി തന്നെ വരിക. പക്ഷേ വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വി ഓഫ് എക്സ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ആണ്. സോ പി മൈനസ് പി സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു 1 - p, ദാറ്റ് ഈസ് പി ഇൻറ്റു ക്യൂ എന്ന് സിമ്പിളായിട്ട് എഴുതാം. ദെൻ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു
0 ഇൻറ്റു ടി പി ഓഫ് എക്സ് ഈക്വൾ ടു 0 പ്ലസ് ഇ റേസ് ടു 1 ഇൻറ്റു ടി പി ഓഫ് എക്സ് ഈക്വൾ ടു 1 ഇതല്ലേ. നമുക്കറിയാലോ എക്സ്പെക്റ്റേഷൻ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷനാണ് സാധാരണ ആണെങ്കിൽ, പക്ഷേ ഇവിടെ എന്താണ് സമ്മേഷനാണ്. അതായത് അതായത് എന്തിൻ്റെയാണോ എക്സ്പെക്റ്റേഷൻ അത് ഇൻറ്റു അതിൻ്റെ പി എം എഫ് പ്ലസ് അടുത്തതിൻ്റെ എന്താണോ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താണോ അതിൻ്റെ പി എം എഫ് ഇൻറ്റു ചെയ്യുക. യെസ്. ദെൻ അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഇത് ഇ ഫസ്റ്റത്തേൻ്റെ ഇ റേസ് ടു 0 ആണ്. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ക്യൂ എന്താ വരിക? ക്യൂ തന്നെ പ്ലസ് ഇ റേസ് ടു ടി ഇൻറ്റു പി. ഇ റേസ് ടു ടി ഇൻറ്റു പി. എക്സിന് 1 കൊടുക്കുമ്പോൾ പി അല്ലേ, സക്സസ് ആണെങ്കിൽ പി എന്നാണ്. അപ്പോൾ എന്താ വരിക? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി എന്നാണ് നമ്മളെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. കുറച്ച് എണ്ണം ഞാൻ ചെയ്തുതരാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. ദ മീൻ ആൻഡ് വാരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. 2.5ഉം 1.875ഉം. ഒബ്റ്റെയിൻ ദ ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം. മീൻ കാണാനുള്ളത് എൻ പി ആണ്. എൻ പി 2.5 തന്നിട്ടുണ്ട്. എൻ പി ക്യൂ ആണ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ. അത് തന്നിട്ടുണ്ട് 1.78. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്യൂ കിട്ടും. കാരണം എന്താ, എൻ പിയും ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 1 കാണുമ്പോൾ നമുക്ക് ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിയും കിട്ടും. ഓക്കെ, ക്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിയും കിട്ടും. സോ പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എൻ പി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ നമുക്ക് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് വേണം. അപ്പോൾ നമുക്ക് എൻ വേണം, പി വേണം, ക്യൂ വേണം അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ക്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്നും കൂടി വേണം. സോ എൻ പി 2.5 തന്നിട്ടുണ്ട്. അതിൽ പിയുടെ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് എൻ 10 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഇക്വേഷനിൽ അങ്ങ് എഫ് ഓഫ് എക്സ് കൊടുക്കാം. എന്താണ്? ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 10 CX പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്താണ് അത് പോയിൻ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം, നോ പ്രോബ്ലം. സോ എഫ് ഓഫ് എക്സ് എന്താണ് വരിക? 10 CX 1/4 റേസ് ടു എക്സ് അല്ലെങ്കിൽ 3/4 റേസ് ടു 10 മൈനസ് എക്സ് എക്സ് ഈക്വൽ ടു 0 1 2 3. ഏതുവരെയാണ് പോസിബിൾ വാല്യൂസ്? 10 എണ്ണമാണ് എടുക്കാൻ പാടുള്ളൂ. സോ ഏതുവരെ കൊടുക്കാൻ പാടുള്ളൂ? 10 വരെ കൊടുക്കാൻ പാടുള്ളൂ. വേർ എക്സ് ഇസ് നമ്പർ ഓഫ് സക്സസസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ മീനും വാരിയൻസും കാണാൻ തന്നെയാണ് ബൈനോമിയലിൻ്റെ. അതിൽ മീനും വാരിയൻസും എന്നല്ല, മീനും വാരിയൻസും ആണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? 4ഉം 2ഉം ആണ്. കാണേണ്ടത് എന്താണ്? എക്സാക്ട്ലി 2 സക്സസ്, ലെസ് ദാൻ 2 സക്സസ്, മോർ ദാൻ 2 സക്സസ്, അറ്റ്ലീസ്റ്റ് 2 സക്സസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിട്ടുള്ള കാര്യം എഴുതി വയ്ക്കാം. എൻ പി 4 ആണെന്ന് തന്നിട്ടുണ്ട്. എൻ പി ക്യൂ 2 ആണെന്നും തന്നിട്ടുണ്ട്. സോ ക്യൂ ഈക്വൽ ടു എന്താ വരിക? 1/2 ആൻഡ് പി എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. കാരണം എന്താണ്? ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. പിന്നെ നമുക്ക് എൻ പിയും എൻ പി ക്യൂവും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? 1/2 ആണ് ക്യൂ എന്ന് കിട്ടും. സോ പിയും എന്തെന്ന് കിട്ടും? 1/2. നേരത്തെ ചെയ്തില്ലേ, ആ മെത്തേഡിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് എൻ പി എന്താണെന്ന് തന്നിട്ടുണ്ട്? 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ n/2 എന്ന് പറയുന്നത് 4 ആണ്. സോ n എന്താണ്? 8 ആണെന്ന് കിട്ടും. ഇനി നമുക്കത് ഫോളോ ചെയ്യണത് നമ്മളെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. എന്താണ്? എക്സ് ഫോളോസ് എന്താണ്? ബി ഓഫ് 8, 1/2 എന്ന് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എക്സാക്ട്ലി 2 സക്സസ് ആണ്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? 2 ആണെന്ന്. അതായത് എക്സാക്ട്ലി 2 സക്സസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 2 എന്നുള്ളതാണ്. സോ നമ്മൾ ഇക്വേഷൻ എഴുതി വയ്ക്കാം. 8C2 1/2 റേസ് ടു 2 1/2 റേസ് ടു 6 n-2, അതായത് 8-2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുക? 8C2 1/2 റേസ് ടു 2 1/2 റേസ് ടു 6 എന്ന് പറയുമ്പോൾ 7/64 എന്ന് കിട്ടും. ഇനി നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ലെസ് ദാൻ 2 സക്സസ് ആണ്. എന്ന് വെച്ചാൽ 2ഓ അതിൽ കുറവോ. അപ്പോൾ നമ്മൾ ആദ്യം പി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 2ൽ കുറവാണ് എക്സ് എടുക്കേണ്ടത്. അപ്പോൾ എക്സിന് 1 എടുക്കാം, 0 എടുക്കാം. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് നമ്മളെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് അവിടെ കൊടുക്കുക. 8C0 1/2 റേസ് ടു 0 1/2 റേസ് ടു 8 - 0 പ്ലസ് എക്സിന് 1 കൊടുക്കുമ്പോൾ 8C1 1/2 റേസ് ടു എക്സിന് പകരം 1 1/2 റേസ് ടു 8 - 1 7. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 29/256 എന്ന് കിട്ടും. ഇനി മോർ ദാൻ 6 സക്സസ് ആണ്. അപ്പോൾ നമുക്കറിയാം
6 സക്സസ് എന്ന് പറയുമ്പോൾ 6ൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറേ ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ട. ഇവിടെ എന്നെ 8 വരെയേ ഉള്ളൂ. അപ്പോൾ അതാണ് എളുപ്പം. അല്ലെങ്കിലോ ഇപ്പോൾ 100 വരെയൊക്കെ ആണെങ്കിലോ 6ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 മുതൽ 7, 8, 9, 10 അങ്ങനെ 100 വരെ ചെയ്യാൻ പറ്റുമോ? അതിന് പകരം 1 - ഏത് ചെയ്താൽ മതി? 5, 6, 5, 4, 3, 2, 1, 0 അത് ചെയ്തിട്ട് സം ചെയ്തിട്ട് 1 എന്ന് കുറച്ചാലും മതി. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം എന്താ, നമുക്ക് 8 ട്രയൽസ് വരെയുള്ളൂ, 8 സക്സസ് വരെയുള്ളൂ. എന്നെ 8ആണ്. സോ ഏത് വരെ കാണാനുള്ളൂ? 7ഉം 8ഉം തന്നെ ഉപയോഗിക്കാനുള്ളൂ. സോ 1 - എന്ന മെത്തേഡ് ഉപയോഗിക്കേണ്ട. അപ്പോൾ 8C7 1/2 പ്ലസ് 8 C8 1/2 ഓക്കെ. അപ്പോൾ എത്ര വരിക? 1/2 എത്രയാണ്? 9/250. ഇതിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പൊക്കെ നന്നായിട്ട് എഴുതണേ. അറ്റ്ലീസ്റ്റ് 2 സക്സസിന് 2 എങ്കിലും. അപ്പോൾ 2 എങ്കിലും എന്ന് പറയുമ്പോൾ എന്താണ്? 2, 3, 4, 5, 6, 7, 8 വരെയുള്ളത് ചെയ്യണം. അപ്പോൾ അത്രയും ചെയ്യുന്നതിനേക്കാൾ നല്ലത് 1 ഏതൊക്കെ അങ്ങ് കുറച്ചാൽ മതി? 2ൽ കുറവുള്ളത് അങ്ങ് കുറച്ചാൽ പോരെ? യെസ്. അപ്പോൾ 1 - P of x less than 2. ഈ മെത്തേഡ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ 1 - P of x less than 2 നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുകയും വേണം കേട്ടോ. സോ അപ്പോൾ ഇത്ര 227/256 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? അടുത്ത 2 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.